ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മോണിറ്റൈസേഷന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ, ഞാൻ ഇപ്പം വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഇത് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും എത്ര എന്തൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടണമെന്നില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണാം. ആ മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ പിന്നീട് ഇടാം. ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് ഈ ഫേസ്ബുക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് മെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഫോളോവേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും അവർ പറയുന്ന ക്രൈറ്റീരിയ മെറ്റാവാത്ത ആൾക്കാർക്കും ഇപ്പോൾ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാൻ. അതായത് എനിക്ക് 1000 ഫോളോവേഴ്സ് പോലും ആയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കാറില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് 1000 ഫോളോവേഴ്സ് പോലും ആയിട്ടില്ല. എനിക്ക് 700 ഫോളോവേഴ്സ് ആയപ്പോഴത്തേക്കാണ് എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് നോക്കും, നമ്മുടെ അക്കൗണ്ട് അത്യാവശ്യം, നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അത്യാവശ്യം ആക്റ്റീവ് ആണോ, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവർ നോക്കും. അപ്പോൾ ആ ഫേസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ട് അത്യാവശ്യം നമ്മൾ ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷേ നമ്മൾ ചില മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വീഡിയോ പോസ്റ്റ് ചെയ്താലും കണ്ടന്റ് മോണിറ്റൈസേഷൻ ആവത്തില്ല. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നമ്മൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ നമ്മുടെ അക്കൗണ്ട് തന്നെയാണ്. നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ മോഡിലേക്ക് ചേഞ്ച് ചെയ്യണം. നമുക്കത് ഫേസ്ബുക്കിൽ സെറ്റിങ്സിൽ പോയാൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഫ്രണ്ട്സാണ്, ഇപ്പോൾ 500 ഫ്രണ്ട്സ് ആണുള്ളത് അല്ലെങ്കിൽ 1000 ഫ്രണ്ട്സ് ആണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്രണ്ട്സിനെ ഫോളോവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പ്രൊഫഷണൽ അക്കൗണ്ടിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളോവേഴ്സിലോട്ട് അവരെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് തുടങ്ങാം. ഞാൻ ഓൾറെഡി എൻ്റെ ആർട്ടിന് വേണ്ടിയിട്ട് തുടങ്ങിയൊരു പേജായിരുന്നു, ഫേസ്ബുക്ക് പേജായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി ഞാനത് പ്രൊഫഷണൽ അക്കൗണ്ടായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്കത് ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല. എനിക്കന്ന് അത് അറിയത്തില്ലായിരുന്നു, പ്രൊഫഷണൽ അക്കൗണ്ടാണ് ഇതിന് വേണ്ടിയിട്ട് തുടങ്ങേണ്ടതെന്ന്, കാശ് കിട്ടും അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അല്ലെങ്കിൽ ആദ്യം തന്നെ അത് പ്രൊഫഷണലോട്ട് ചേഞ്ച് ആക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫോളോവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് കുറച്ച് റൂൾസ്, അതായത് കുറച്ച് കാര്യങ്ങളുണ്ട് ഫേസ്ബുക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. യൂട്യൂബിന് ഒരു പോളിസി ഉണ്ടല്ലോ, പോളിസി ഗൈഡ് ലൈൻ ഉണ്ടല്ലോ. യൂട്യൂബിൽ പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. യൂട്യൂബ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം തൊടുന്നേം പിടിക്കുന്ന കോപ്പിറൈറ്റ്, റീയൂസ്ഡ് കണ്ടന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഫേസ്ബുക്കിൽ ഇത്ര ഒന്നും ഇല്ല ശ്രദ്ധിക്കാനായിട്ട്. പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ആദ്യം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ തന്നെ പോയാൽ തന്നെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഗൈഡ് ലൈൻസ് വായിക്കാൻ കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് വായിച്ച് നോക്കുക. അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചില മിസ്റ്റേക്കുകൾ ഒന്നും ചെയ്യാതിരിക്കുക. അതായത് അതിൻ്റെ അകത്ത് അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ വീഡിയോ ഇടുന്നുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണും. പക്ഷേ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലൊന്നും കാണിക്കത്തില്ല, വിസിബിൾ ആയിരിക്കത്തില്ല, നമുക്കത് എന്തോന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ, എനിക്ക് 6000 ഫോളോവേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെയും മോണിറ്റൈസേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ അതേസമയം 500 ഫോളോവേഴ്സ് 700 ഫോളോവേഴ്സ് ഉള്ളവർക്ക് കിട്ടുന്നു എന്നൊക്കെ. അതിനുള്ള റീസൺ ഇതാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഈ ഗൈഡ് ലൈൻ തെറ്റിച്ച് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവായിട്ട് വെച്ചിട്ടുണ്ടാവത്തില്ല. ഈ കാര്യങ്ങളൊക്കെ കാരണം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പോൾ ഗൈഡ് ലൈൻസിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടികളെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്ന വീഡിയോസോ ഫോട്ടോസോ ഒന്നും ഇടാതിരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇടുന്ന വീഡിയോയിലും ഫോട്ടോയിലും എല്ലാം ഫേസ്ബുക്ക് പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രം വീഡിയോസ് ഫോട്ടോസ് ഇടുക. ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ ഗൈഡ് ലൈൻസ് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വീഡിയോ ഇടുക. അത് രണ്ടാമത്തെ കാര്യം. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ഇതില്ലെങ്കിൽ കിട്ടത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ അക്കൗണ്ട് ആക്റ്റീവ് ആക്കി വെക്കുക. ഇപ്പം എല്ലാവരും പറയുന്നത് നമുക്ക് പോസ്റ്റ് ഇടണം, സ്റ്റോറി ഇടണം, റീൽ ഇടണം, എല്ലാം ഇടണം, എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ പറയത്തില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇടാൻ എന്താണോ ഇഷ്ടം. ഇപ്പം റീലിടുന്നതാണ് ഏറ്റവും ബെറ്റർ. റീലാണെങ്കിൽ റീല്. പക്ഷേ ഇടുന്ന സാധനം കൺസിസ്റ്റൻ്റ് ആയിട്ട് മാക്സിമം എല്ലാ ദിവസവും ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എല്ലാ ദിവസവും ഇടുന്നവർക്കാണ്
കുറച്ചും കൂടെ കിട്ടാനുള്ള സാധ്യത കൂടുതൽ. ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ഇട്ടപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷൻ കിട്ടിയത്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്താണോ അത്, ഇപ്പം പോസ്റ്റ് ആയാലും റീലാണെങ്കിലും അല്ലെങ്കിൽ ലൈവ് ആണെങ്കിൽ ലൈവ്, അപ്പം അത് എല്ലാ ദിവസവും ഇടാൻ നോക്കുക. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പോസ്റ്റ്, റീല്, ലൈവ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും സാധനങ്ങളും നിങ്ങൾക്ക് മെറ്റാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അഥവാ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ ചെയ്യാൻ വയ്യ, എനിക്ക് മെനക്കെടാൻ വയ്യ, ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ നിങ്ങൾ റീലെങ്കിൽ റീല് നിങ്ങളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഇടാനായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അത് മാത്രമല്ല, കൃത്യമായിട്ട് നിങ്ങൾ മാക്സിമം പറ്റുമെങ്കിൽ, ഞാൻ ചെയ്തൊരു കാര്യമാണ്, പക്ഷെ അത് എനിക്ക് ഉറപ്പില്ല ആ കാര്യം ചെയ്തുകൊണ്ട് കിട്ടുമെന്ന്. പക്ഷെ ഞാൻ ചെയ്തെന്താണെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു ടൈമിന് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില സമയത്ത് മാത്രമേ അത് തെറ്റിക്കാറുള്ളൂ. അത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമുക്കൊരു അലോഗൃതം ഉണ്ട്, അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പം കൃത്യമായിട്ട് വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ മാത്രമേ ഈ അലോഗൃതത്തിന് മനസ്സിലാവത്തുള്ളൂ. ഇത് കാരണം നമ്മളൊരു മനുഷ്യനിരുന്ന് ചെക്ക് ചെയ്യുന്ന കാര്യമല്ല ഇത്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഈ പ്രൊഫൈൽ കുറച്ചു പേരിലേക്കും കൂടെ എത്തിക്കണം എന്നുള്ള ആ ഒരു ഇത് ഈ സിസ്റ്റത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പം നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും ഒന്നാമത്തെ കാര്യം വീഡിയോസ് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും യൂട്യൂബിൻ്റെ ആണെങ്കിലും ഒക്കെ അലോകൃതം നമ്മുടെ വീഡിയോസ് കുറച്ചും കൂടെ പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു ടൈം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, എനിക്ക് ഫലപ്രദമായിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ കൃത്യമായിട്ട് എപ്പോഴെല്ലാം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കൃത്യസമയം വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എനിക്ക് കുറച്ച് വ്യൂസ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വ്യൂസ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, ഫേസ്ബുക്കിലും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ടൈം വെച്ച് പോസ്റ്റ് ചെയ്യുക. എനിക്കങ്ങനെ ചിലപ്പം പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസമേ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ആ ടൈമിലേക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അപ്പം നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ആ ടൈമിൽ ജോലിയിലാണെങ്കിലും എന്ത് ഇതിലാണെങ്കിലും ഓട്ടോമാറ്റിക്കലി അതങ്ങ് പോസ്റ്റ് ആയിക്കോളും. അപ്പം നിങ്ങൾക്ക് അഥവാ അങ്ങനെ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു സമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി. പോസ്റ്റ് ആണെങ്കിലും റീലാണെങ്കിലും എന്താണെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു ടൈം കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് ഇത് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടാൻ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ല. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ നോക്കിയിട്ട് ചെയ്യാം. അത് ഞാൻ ആദ്യം നോക്കണം, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.